Hi friends, I'm Sridevi Unirajan and welcome back to my channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇന്ന് വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ മോയിസ്റ്റാണ്, അതുപോലെ വളരെ യമ്മി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ നമുക്ക് പോവാം. ആദ്യം നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദയാണ് നമ്മളിടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/6 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/6 കപ്പ് എന്ന് പറയുമ്പോൾ 1/3യുടെ പകുതി. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒരുമിച്ചാണ് കേട്ടോ മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേ ബൗളിലേക്ക് തന്നെ നമുക്കിനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/8 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ 1/4 കപ്പിൻ്റെ പകുതി. ഇനി ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/6 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/6 കപ്പ് എന്ന് പറഞ്ഞാൽ 1/3 കപ്പിൻ്റെ പകുതി. അത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ടിൻ ഞാൻ ഓൾറെഡി ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ടും ഗ്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ അടിയിലിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കേക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുത്ത് ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല, സാധാരണ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ച് കൊടുക്കാം. അത് ഹെവി ക്രീമാണ്, അമൂലിൻ്റെ ഹെവി ക്രീം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1/6 കപ്പ് കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ 1/3 കപ്പിൻ്റെ പകുതി. നെക്സ്റ്റ് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഫ്രോസ്റ്റിങ്ങിൽ ചോക്ലേറ്റ് ആഡ് ചെയ്യണില്ല, കോക്കോ പൗഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാൻ പോണത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യായിരിക്കും നല്ലത്.
ഇപ്പം നമ്മുടെ ഫ്രോസ്റ്റിംഗ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. കാരണം നമ്മുടെ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് കട്ടയായി പോവും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കാം കേട്ടോ. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായോ നോക്കാം. അപ്പം നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ച് നമ്മൾ നോക്കി. അപ്പോൾ കണ്ടോ, വളരെ ക്ലീനായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലെയറായിട്ട് മുറിച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുറിക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. കണ്ടോ, വളരെ സോഫ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് തണുത്തിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.